الحمد لله وحده والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله والعاقبة للمتقين ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻകും മിൻ അഹദ്, നിങ്ങളിൽ ഒരാളും തന്നെയില്ല, ഇല്ല സയുകല്ലിമുഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനോട് സംസാരിച്ചിട്ടില്ലാതെ, ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അള്ളാഹുവിനും ആ അടിമയ്ക്കുമിടയിൽ ഒരു ദ്വിഭാഷിയും ഉണ്ടാവുകയില്ല. പറയുന്നത് തർജ്ജമപ്പെടുത്തി കൊടുക്കാൻ ഒരാളും ഇല്ലാതെ നേർക്കുനേരെ അള്ളാഹുവും ആ അടിമയും തമ്മിൽ സംസാരിക്കാത്തതായി നിങ്ങളിൽ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. ഫയൻളുറു ഐമൻ, ആ നേരം ആ അടിമ വലതുവശത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അയാൾ ചെയ്തു വെച്ചതല്ലാതെ ഒന്നും അയാൾ അവിടെ കാണുകയില്ല. വയൻളുറു അശ്അം, അയാൾ ഇടതുഭാഗത്തേക്കും നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, ഇരുവശത്തേക്കും നോക്കുമ്പോഴും താൻ ചെയ്തു വെച്ചത് മാത്രമേ, അമലുകൾ മാത്രമേ അവിടെ കാണുകയുള്ളൂ. വയൻളുറു ബൈന യദൈഹി, അയാൾ മുൻപിലേക്ക് നോക്കുമ്പോൾ ഫലാ യറാ ഇല്ലന്നാർ, നരകമല്ലാതെ മറ്റൊന്നും അയാൾക്ക് കാണാൻ കഴിയില്ല. തിൽഖാ വജ്ഹിഹി, അയാളുടെ കൺമുന്നിൽ, അയാളുടെ തൊട്ട് മുൻപിലായിക്കൊണ്ട്. ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, അതുകൊണ്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക, അതൊരു ഈന്തപ്പഴത്തിന്റെ ചീള കൊണ്ടാണെങ്കിൽ. ഫമൻ ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, ഇനി അതുപോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ട് ആ നരകത്തെ സൂക്ഷിക്കുക എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നത് സ്വതക്കയെ പറ്റിയിട്ടാണ്. കാരക്കച്ചീള് അല്ലെങ്കിൽ ഈന്തപ്പഴ ചീല കൊണ്ട് നരകത്തെ കാക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, അതെങ്കിലും കൊടുത്തുകൊണ്ട് അത് നാളെ അള്ളാഹുവിന്റെ അടുക്കലുള്ള നരകശിക്ഷ നമ്മളിൽ നിന്നും വിട്ടൊഴിയാത്ത വിപത്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച അതേ നരകശിക്ഷയിൽ നിന്നും കാവൽ നേടാനായി ഒരു ഈന്തപ്പഴ ചീള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തിട്ടെങ്കിലും പരിശ്രമിക്കണം എന്ന് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി അതിനു പോലും കഴിവില്ലാത്തവർക്ക് ഇസ്ലാം എല്ലാവരെയും പരിഗണിക്കുന്നു. ധനികർക്ക് മാത്രമല്ല ഇസ്ലാമിൽ സ്ഥാനമുള്ളത്. അവരുടെ സമ്പത്ത് ദാനം ചെയ്യൽ മാത്രമല്ല, അതില്ലാത്തവർക്ക് ഒരു നല്ല വാക്കെങ്കിലും സ്വതക്കയായി മാറും. വാക്കുകൊണ്ട് സ്വതക്കയുണ്ട്, സമ്പത്ത് കൊണ്ട് സ്വതക്കയുണ്ട്, ശരീരം കൊണ്ട് സ്വതക്കയുണ്ട് എന്നെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നു. നമ്മളെ കൊണ്ടാകുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ശരീരം കൊണ്ടുള്ള സ്വതക്ക. അങ്ങനെയുള്ള സ്വതക്കകൾ അധികരിപ്പിക്കലാണ് നരകശിക്ഷയിൽ നിന്നും മോചനം നേടാനുള്ള ഒരു മാർഗമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കഴിയുന്നത്ര സൽക്കർമ്മങ്ങളിൽ മുന്നേറി നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ആ ശിക്ഷയിൽ നിന്നും മോചിതരാകുവാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.